ഹലോ കൂട്ടുകാരെ, ഹായ്. സുഖാണോ? എല്ലാവർക്കും സുഖാണോ? സുഖാണോ? സുഖാണോ നമ്മളെ കിറ്റി ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു, സന്തോഷമായിരിക്കുന്നു കരുതുന്നു. അപ്പോൾ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു കഥ പഠിക്കാൻ പോവുകയാണ് കേട്ടോ. കഥ ഇഷ്ടമാണ്, കിറ്റിക്ക് ഇഷ്ടമാണ്, അതുപോലെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയപ്പോഴേ അവിടെ ഒരു കടയുടെ ഫ്രണ്ടിൽ ഒരു ബോർഡ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, ആട് മന്തി എന്ന്. മന്തി കേട്ടിട്ടുണ്ടോ കിറ്റിയെ? കുഴിമന്തി അറിയാം, ഇത് ആട് മന്തി. അപ്പോൾ ഒരു ആട്, ഫുൾ ആട്, ഒരു ആടിനെ മുഴുവനായിട്ട് ഇങ്ങനെ പൊരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഭക്ഷണമായിട്ട് ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ അത് വെച്ചൊരു കഥ ഞാനിങ്ങനെ ഓർത്തെടുക്കാനായിട്ട് ഇടയായി. അപ്പോൾ കഥ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. വേഗം പറയുന്നത് അതെന്താന്ന് വേഗം പറയാൻ കാരണം, മന്തി ഭയങ്കര ഇഷ്ടമാണ്. മന്തി കിറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മന്തി എന്ന് കേട്ടുകൊണ്ടാണ് കിറ്റിക്ക് കഥ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ. അപ്പോൾ കഥ പറയാം. അപ്പോൾ നമ്മൾ ഒരിക്കലൊരു വീട്ടിൽ ഒരാൾ ഒരു ആടിനെ ഫ്രൈ ചെയ്തു കേട്ടോ. ഒരാൾ ഒരു മുഴുവൻ ആടിനെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചു. എന്നിട്ട് വലിയൊരു ആടാണ്. അപ്പം ആ ആടിനെ മുഴുവനായിട്ടും കഴിക്കാനായിട്ടുള്ള ആൾക്കാരൊന്നും ആ വീട്ടിലില്ല. അപ്പോൾ അതുകൊണ്ട് ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ, ആ ഫ്രൈ ചെയ്ത ആൾ എന്ത് ചെയ്യുന്നറിയാമോ, അദ്ദേഹത്തിൻ്റെ മോളോട് പറഞ്ഞു, മക്കളെ നീ പോയി നമ്മുടെ ബന്ധുക്കളെടുത്തും കൂട്ടുകാരെടുത്തും സ്നേഹിതരെടുത്തും ഒക്കെ അയൽക്കാരെടുത്തൊക്കെ പറഞ്ഞിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ ആട് ഫ്രൈയും മന്തിയും ഒക്കെ ഇവിടെ ചേർത്തിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോൾ എന്ത് ചെയ്യുന്നറിയാമോ, എന്ത് ചെയ്തെന്ന് പറയാം. അപ്പോൾ ഈ മോൾ എന്ത് ചെയ്യുന്നറിയാമോ, കുറച്ച് പുറത്തേക്ക് കുറച്ചുകൂടെ വീട്ടിൽ നിന്ന് കുറച്ചുകൂടെ ദൂരോട്ട് പോയിട്ട് മോൾ അവിടെ നിന്നിട്ട് നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ എല്ലാവരും ഓടി വരണേ ഞങ്ങളുടെ വീടിന് തീ പിടിച്ചേ എന്ന് ഉറക്കെ വിളിച്ചു. അത് ഞാൻ പറയാം. അപ്പോൾ കള്ളം പറഞ്ഞ് എന്തെന്നാണ് ചോദിക്കണേ. അപ്പോൾ ഈ കൊച്ചിങ്ങനെ നിലവിളിച്ചു. അപ്പോൾ ബന്ധുക്കൾ കേട്ടു, സുഹൃത്തുക്കൾ കേട്ടു, അയൽക്കാരൊക്കെ കേട്ടു. എല്ലാവരും ഓടി വരുന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പേര് ഈ മോളോട് കൂടെ വീട്ടിലേക്ക് വന്നു. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് വീട്ടിൽ തീ പിടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പേര് ആ വീട്ടിലേക്ക് സഹായിക്കാൻ വേണ്ടി വന്നപ്പോഴുണ്ടല്ലോ അവിടെ തീ ഒന്നും പിടിച്ചില്ല. അപ്പോൾ അപ്പൻ അവിടെ ഉണ്ട്. അപ്പൻ ഈ കാര്യമൊന്നും അറിയില്ല. അപ്പൻ്റെ മോള് പറഞ്ഞു, അതാ ഇവർ വന്നിട്ടുണ്ട്, ഇവർക്ക് ഭക്ഷണം കൊടുക്കാം. അപ്പോൾ അവരെ വിളിച്ചിരുത്തി. എന്നിട്ട് ഈ ആട് ഫ്രൈ ചെയ്ത് വെച്ചൊക്കെയല്ലേ, ആടും ഭക്ഷണവും എല്ലാം ഇങ്ങനെ വിളമ്പിക്കൊടുത്തു. അപ്പോൾ വന്നവർക്ക് ഭയങ്കര അതിശയമായി. വന്നവരെന്തിനാ വന്നേ? തീ അണയ്ക്കാനാണ് വന്നത്. പക്ഷെ അവർക്ക് എന്ത് കിട്ടി? ഭക്ഷണം കിട്ടി, ആടിനെ കിട്ടി, ഭക്ഷണം കിട്ടി. അവരിങ്ങനെ വല്ലാണ്ടായി. എന്നിട്ട് അവരെന്ത് ചെയ്തു? വല്ലാണ്ടായെങ്കിലും അപ്പോൾ രുചികരമായ സ്വാദിഷ്ടമായ ഭക്ഷണം ഇങ്ങനെ വെച്ചൊക്കെയല്ലേ, അവരെല്ലാ ഭക്ഷണവും കഴിച്ച് സന്തോഷമായിട്ട് ടാറ്റ പറഞ്ഞു പോയി. അപ്പോൾ ഈ അപ്പൻ മോളോട് ചോദിച്ചു, അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇവരെയൊക്കെ നിനക്കറിയാമോ? അപ്പോൾ അവളെന്ത് പറഞ്ഞാണ്? അറിയില്ല, അവർക്കറിയില്ല, മോൾക്കറിയില്ല, പിന്നെ ഇവരെങ്ങനെ വന്നു? അപ്പം മോള് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൻ എന്നോട് ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പോയിട്ട് വീടിന് തീ പിടിച്ചു, സഹായിക്കണേ എന്നാണ് വിളിച്ചത്. അപ്പോൾ നമ്മുടെ ബന്ധുക്കൾ കേട്ടു, അവരാരും വന്നില്ല. നമ്മുടെ കൂട്ടുകാർ കേട്ടു, അവരാരും വന്നില്ല. നമ്മുടെ അയൽക്കാരിൽ പലരും കേട്ടു, വന്നില്ല. കുറച്ച് പേര് മാത്രമേ വന്നുള്ളൂ. നമുക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മളെ സഹായിക്കുന്നവരാണ് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളും നല്ല ബന്ധുക്കളും ഒക്കെ. അതല്ലേ ശരി, അവർക്കല്ലേ നമ്മൾ ഭക്ഷണം വിളമ്പേണ്ടത്, അവരെയല്ലേ സൽക്കരിക്കേണ്ടത്. അപ്പന് സന്തോഷമായി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നൊരു കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. കുഴിമന്തി കൊള്ളാമെന്നാണോ? കുഴിമന്തിയൊക്കെ കൊള്ളാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? യേശുപ്പച്ചൻ്റെ അടുത്ത് ശിഷ്യന്മാർ വന്നു, നിൻ്റെ ബന്ധുക്കളും നിൻ്റെ വീട്ടുകാരൊക്കെ നിന്നെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശുപ്പച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? കിറ്റിക്കറിയാമോ? അങ്കിള് പറയാൻ. യേശുപ്പച്ചൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ എൻ്റെ ബന്ധുക്കളും കൂട്ടുകാരും എന്നുള്ളതാണ്. എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും സഹായിക്കുക, എല്ലാവരെയും കരുതുക, എല്ലാവരോടും സന്തോഷമായിട്ടിരിക്കുക, ക്ഷമയുള്ളവരായിരിക്കുക. അതാ അപ്പൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം. അത് ചെയ്യുന്നവരാണ് എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും ബന്ധുക്കളും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നല്ല കൂട്ടുകാരായി, നല്ല സ്നേഹിതരായി, നല്ല അയൽക്കാരായി, നല്ല ബന്ധുക്കളായി ജീവിക്കാനായിട്ട് കഴിയണം. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായല്ലോ?
മന്തി ഇഷ്ടായി. മന്തി ഇഷ്ടമായി, കഥ ഇഷ്ടമായി. അപ്പോൾ ഈ കഥയിലൊരു ചോദ്യമുണ്ട്. യേശുപ്പച്ചൻ പറഞ്ഞില്ലേ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ എൻ്റെ ബന്ധുക്കളും എൻ്റെ സുഹൃത്തുക്കളും. ആ വാക്യം ഏത് പുസ്തകത്തിൽ, എത്രാമത്തെ അധ്യായത്തിൽ, എത്രാമത്തെ വാക്യം എന്ന് കണ്ടുപിടിച്ച് നമുക്ക് എഴുതുക. സമ്മാനമുണ്ട്. അപ്പോൾ ഓക്കെ, ടാറ്റാ.